മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകൾ ഏതെല്ലാമെന്ന് നോക്കാം. IMDbയുടെ സൈറ്റിൽ ടോപ്പ് റേറ്റിംഗ് കിട്ടിയ 10 മലയാള സിനിമകളാണ് ഈ വീഡിയോയിൽ. സന്ദേശം 1991 ശ്രീനിവാസന്റെ രചനയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് സന്ദേശം. കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച ചിത്രമാണിത്. ശ്രീനിവാസനും ജയറാമുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സിദ്ദിഖ്, കവിയൂർ പൊന്നമ്മ, മാധു, ഇന്നസെന്റ്, മാമുക്കോയ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ST സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിപിൻ മോഹനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജോൺസൺ മാഷും നിർവഹിച്ചിരിക്കുന്നു. 9 ചിത്രത്തിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ്. കിരീടം ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം നിർവഹിച്ച് മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമാണ് കിരീടം. മോഹൻലാൽ, തിലകൻ, പാർവതി ജയറാം എന്നിവർക്കൊപ്പം കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, മുരളി, ശ്രീനാഥ്, കുണ്ടറ ജോണി, കൊച്ചിൻ കനിഫ, ജഗതി ശ്രീകുമാർ, ഫിലോമിന, ഉഷ, ജഗദീഷ്, മണിയമ്പിള്ള രാജു, മാമുക്കോയ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കൃപ ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കറും N കൃഷ്ണകുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1989 ജൂലൈ 7 ചിത്രം റിലീസ് ചെയ്തു. S കുമാർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് N ഭൂമിനാഥനാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ മാഷും. സേതുമാധവൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 1993 ചെങ്കോൽ എന്ന പേരിൽ ചിത്രത്തിന്റെ തുടർഭാഗം പുറത്തിറങ്ങി. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് ഈ ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട്. 8.9 ചിത്രത്തിന്റെ റേറ്റിംഗ്. നാടോടിക്കാറ്റ് സിദ്ദിഖ് ലാൽ ജോഡികളുടെ കഥയെ ആസ്പദമാക്കി ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് നാടോടിക്കാറ്റ്. മോഹൻലാലും ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ശോഭനയാണ് നായിക. ഇവരെ കൂടാതെ തിലകൻ, ഇന്നസെന്റ്, മാമുക്കോയ, ക്യാപ്റ്റൻ രാജു എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. മോഹൻലാലും ശ്രീനിവാസനും ദാസനും വിജയനുമായി നിറഞ്ഞാടിയ ചിത്രം 1987 റിലീസ് ചെയ്തിരിക്കുന്നത്. കാസിനോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെഞ്ചുറി കൊച്ചുമോൻ, മോഹൻലാൽ, IV ശശി, മമ്മൂട്ടി എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 8.8 ചിത്രത്തിന്റെ റേറ്റിംഗ്. ദേവാസുരം രഞ്ജിത്തിന്റെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമാണ് ദേവാസുരം. മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ രേവതി, നെപ്പോളിയൻ, ഇന്നസെന്റ്, BK ശ്രീരാമൻ, മണിയമ്പിള്ള രാജു, അഗസ്റ്റിൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ 200ാമത്തെ ചിത്രം കൂടിയാണ് ദേവാസുരം. അനുഗ്രഹ സിനി ആർട്സിന്റെ ബാനറിൽ VBK മേനോനാണ് ദേവാസുരം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ക്ലാസിക് കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ മുണ്ടക്കൽ ശേഖരനായി നെപ്പോളിയൻ വേഷമിട്ടു. ചിത്രത്തിന്റെ തുടർച്ചയായി 2001 രാവണപ്രഭു എന്ന ചിത്രവും റിലീസ് ചെയ്യപ്പെട്ടു. ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മനയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. 8.7 ചിത്രത്തിന്റെ റേറ്റിംഗ്. കിലുക്കം വേണു നാഗവള്ളിയുടെ രചനയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ കോമഡി ഫാമിലി ചിത്രമാണ് കിലുക്കം. ടൂറിസ്റ്റ് ഗൈഡ് ജോജിയായി മോഹൻലാലും ഫോട്ടോഗ്രാഫർ നിശ്ചലായി ജഗതി ശ്രീകുമാറും നന്ദിനിയായി രേവതിയും ചിത്രത്തിൽ വേഷമിട്ടു. തിലകൻ, ഇന്നസെന്റ്, KB ഗണേഷ് കുമാർ, സുകുമാരി എന്നിവരാണ് മറ്റു താരങ്ങൾ. മുരളിയും ജഗദീഷും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം കൂടിയാണ് കിലുക്കം. 365 ദിവസത്തിലധികം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നു. മോഹൻലാലിന് മികച്ച നടൻ, ജഗതി ശ്രീകുമാറിന് മികച്ച രണ്ടാമത്തെ നടൻ, N ഗോപാലകൃഷ്ണന് മികച്ച എഡിറ്റർ, S കുമാറിന് മികച്ച ഛായാഗ്രാഹകൻ എന്നിങ്ങനെ 5 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം സ്വന്തമാക്കി. മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രമായാണ് കിലുക്കം വിലയിരുത്തപ്പെടുന്നത്. ചിത്രത്തിന് 2006 കിലുക്കം കിലുകിലുക്കം എന്ന ഒരു തുടർച്ചയുണ്ടായി. 1953 പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയായ റോമൻ ഹോളിഡേയ്സ് എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. 8.6 ചിത്രത്തിന്റെ റേറ്റിംഗ്. ഒരു വടക്കൻ വീരകഥ MD വാസുദേവൻ നായർ രചനയും തിരക്കഥയും നിർവഹിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ സുരേഷ് ഗോപി, ബാലങ്കെ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് K രാമചന്ദ്ര ബാബുവും എഡിറ്റിംഗ് MS മണിയും സംഗീതം ബോംബെ രവിയും നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ റേറ്റിംഗ് 8.7 ആണ്.
ഇൻ ഹരിഹർ നഗർ സിദ്ദിഖ്ലാൽ രചനയും സംവിധാനവും നിർവഹിച്ച് 1990-ൽ പുറത്തിറങ്ങിയ കോമഡി ത്രില്ലർ ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. മുകേഷ്, സിദ്ദിഖ്, അശോകൻ, ജഗദീഷ്, ഗീതാ വിജയൻ എന്നിവർക്കൊപ്പം റിസബാബ, കവിയൂർ പൊന്നമ്മ, രേഖ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയും സായ് കുമാറും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. 8.6 ആണ് ചിത്രത്തിന്റെ റേറ്റിംഗ്. തൂവാനത്തുമ്പികൾ പി. പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത് 1987-ൽ പുറത്തിറങ്ങിയ റൊമാന്റിക് ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മോഹൻലാൽ, സുമലത, പാർവതി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ ചിത്രം വിജയമായിരുന്നില്ലെങ്കിലും പിൻകാലത്ത് ഈ ചിത്രത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായി. സിത്താര ഫിലിംസിന്റെ ബാനറിൽ പി. സ്റ്റാൻലിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 8.6 ആണ് ചിത്രത്തിന്റെ റേറ്റിംഗ്. കാലാപാനി പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി 1996-ൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമാണ് കാലാപാനി. പ്രഭു, അമരീഷ് പുരി, ശ്രീനിവാസൻ, തബു, നെടുമുടി വേണു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന സെല്ലുലാർ ജയിലിൽ നടക്കുന്ന കഥയാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മോഹൻലാലിന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ പ്രണവം ആർട്സ് ആണ് ഈ ചിത്രം നിർമ്മിച്ചത്. 3 ദേശീയ പുരസ്കാരങ്ങളും 6 കേരള സംസ്ഥാന പുരസ്കാരങ്ങളും ഈ ചിത്രം സ്വന്തമാക്കി. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി. 8.5 ആണ് ചിത്രത്തിന്റെ റേറ്റിംഗ്. സ്ഫടികം 1995-ൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് സ്ഫടികം. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥയും ഭദ്രന്റേത് തന്നെയാണ്. ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാൽ ആണ്. ചിത്രത്തിലൂടെ ജോർജ് എന്ന നടൻ വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, KPSC ലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ ഒരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരുന്നു. 2007-ൽ സി. സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിച്ചു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ 2020 മാർച്ചിൽ പ്രഖ്യാപിക്കപ്പെട്ടു. 2020 ഓണത്തിന് കേരളത്തിലെ 100 തിയേറ്ററുകളിലെങ്കിലും 4K ഡോൾബി അറ്റ്മോസിൽ ചിത്രം വീണ്ടും റിലീസ് ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ COVID-19 മഹാമാരിയെ തുടർന്ന് ഈ പ്രവർത്തനം നിർത്തിവെച്ചു. റീമാസ്റ്റർ ചെയ്യപ്പെട്ട ഈ ചിത്രം പിന്നീട് 2023 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തു. 8.6 ആണ് ചിത്രത്തിന്റെ റേറ്റിംഗ്. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ചിത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.